കഴിച്ചവളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. സുഖം മോഹിച്ചല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്ന നിങ്ങളോടൊപ്പം എങ്ങനെ കഴിയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കാൻ സർ. പക്ഷേ ഈ തരത്തിൽ ഇനിയും എന്നെ സംശയിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കില്ല. സാർ, സാറിന് വേണ്ടി ഞാൻ പലയിടത്തും വാദിക്കാറുണ്ട്. ബൽറാം സാർ മറ്റ് സിഐമാരെ പോലെയല്ല, ഡീസന്റ് ആണ്, കൈക്കൂലി വാങ്ങാറില്ല, കുടിക്കുകയാണെങ്കിലും കണ്ടവന്റെ ചക്കാത്തടിക്കില്ല, തെമ്മാടുത്തും ഇല്ല, വ്യഭിചാരവും ഇല്ല. അല്ല, കുറച്ചു മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ കുഴപ്പമില്ല, കൊള്ളാം. സാർ അറിഞ്ഞാണില്ല ഞങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചത്. പണ്ടത്തെ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ വീട് പണി ചെയ്യാനും തെരുവിളി കേൾക്കാനും കോൺസ്റ്റബിൾമാരെ കിട്ടില്ല. നിറാസ്കർ എന്ന് വല്ലതും വിളിച്ചാ നീ എന്ത് ചെയ്യണോ പൊട്ടി? എവിടേക്കാണ് പോണ്ടെന്ന് പറഞ്ഞില്ല. കമ്മീഷണർ വീട്ടിലേക്ക്. കാപ്പി എടുത്ത് വരും. കാപ്പിയും പലരും എല്ലാം വെട്ടി വിഴുങ്ങിക്കോ. വിശപ്പിന് ഡ്രൈവറിന് ഇൻസ്പെക്ടറിനും കമ്മീഷണറിനുള്ള വ്യത്യാസമില്ല. രാവിലെ തൊട്ട് പ്രീതി നിന്നെ കാണാൻ വന്നിരുന്നോ? സർ, ആ പെണ്ണിന് വട്ടാണ്. പിള്ളയ്ക്ക് കള്ളക്കടത്തുകാരുമായി കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ മുതൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടു. പിന്നീട് വീട്ടിൽ വെച്ച് അയാളുടെ സ്വർണം പിടിച്ചപ്പോ ഞാൻ ഒറ്റുകൊടുത്തെന്നായി പരാതി. ഇപ്പോ കൊലയാളിയും. അന്നത്തെ റെയ്ഡിൽ കസ്റ്റംസ് കേസ് ചാർജ് ചെയ്തത് മറ്റൊരാളുടെ പേരിലായിരുന്നല്ലോ സർ. ഇവിടെ വാടക പ്രതികൾക്കാണോ ക്ഷാമം? കാശ് കൊടുത്താൽ ഏത് കുറ്റം ഏൽക്കാനോ ആളിനെ കിട്ടും. അവളുടെ ഭ്രാന്തിയായിട്ട് ഇറങ്ങിയാൽ നമ്മുടെ വഴി തെറ്റും. ഇത്ര അഡമന്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തീരെ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല സർ. അവൾ വല്ല പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനും അപേക്ഷിച്ചാൽ then you proceed. ഡെയിലി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തന്നെ കാണിക്കണം. സർ. പാലൂന് പ്ലേറ്റ് വെക്കും. വേണ്ട സർ. സുധാര, താനവിടെ പോവാ? മറ്റുള്ളവർ മനുഷ്യരാണ്. കാലത്ത് പച്ചവെള്ളം പോലും കഴിക്കാൻ സാറിന്റെ അടുത്തേക്ക് വന്നത്. അവിടെ ഒന്നും തന്നില്ല. കമ്മീഷണർ വീട്ടിലും എന്നെ പുറത്ത് നിർത്തിയിട്ട് സാർ വെട്ടി വിഴുങ്ങില്ലേ? അങ്ങനെ പട്ടി കിടന്ന് ജോലിയാണെന്ന് നോക്കില്ല. സാറിന് തിരക്കൊണ്ടേ പൊക്കോ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. കൃഷ്ണേട്ടാ, അന്വേഷണം പുട്ടുപോയി കാട്ടില്ലേ? കാശില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം, പൈസ എടുത്തിട്ടില്ല. ഇവിടെ എന്താ വേണ്ടി? അവിടെ കൊടുത്തു തന്നെ മതി. സാറും ഒന്നും കഴിച്ചില്ലായിരുന്നു അല്ലേ? സോറി. പ്രീതിയില്ലേ? ഉണ്ട് സാർ, വിളിക്കാം. ഐ എം സോറി. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ട്. മുഖം നോക്കാതെ
ശുപാർശ കേൾക്കാതെ സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ ചുണയുണ്ടോ എന്ന് ചോദിച്ചില്ലേ പ്രീതി? ഞാൻ ഏറ്റിരിക്കുന്നു. ഐ ടേക്ക് ദ ചാലഞ്ച്. ഇരിക്കൂ സർ. പ്ലീസ്. പ്രീതി തന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. കൊലയാളി ഇന്നയാളാണെന്നും പ്രേരണ ഇന്ന സോഴ്സിൽ നിന്നാണെന്നും അതിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊഹം തെറ്റായിക്കൂടെ? ഞാൻ എഴുതിയത് മുഴുവൻ സത്യമാണ് സർ. സത്യത്തിന് പല മുഖങ്ങളുണ്ടല്ലോ. പ്രീതിയുടേത് ഒരു വേർഷം മാത്രമാണ്. വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ കമ്മീഷണർ അറിയാം. ഒരു മേലുദ്യോഗസ്ഥൻ എന്നതിൽ കവിഞ്ഞ അടുപ്പം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. ആ ആളിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രീതിയുടെ അച്ഛനുമായി പിണങ്ങാനുണ്ടായ കാരണം കമ്മീഷണർ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛൻ കള്ളക്കടത്തുകാരനാണെന്നല്ലേ? അന്ന് ഈ വീട്ടിൽ വെച്ച് പിടിച്ച സ്വർണം ഞങ്ങളുടേതാണെന്നും പറഞ്ഞു കാണും. മേലുദ്യോഗസ്ഥന്റെ വാക്കുകളല്ലേ സാറ് വിശ്വസിക്കൂ? മറിച്ച് തെളിയിക്കാൻ സാക്ഷികളില്ല. സഹായിക്കാനുണ്ടെന്ന് കരുതിയവർ തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ഒരിക്കലും പുറത്തു വരില്ല. സാർ ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല. കണ്ടപ്പോ ആശ്വാസമായിരുന്നു, ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ. പക്ഷെ ഇനി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രീതിയുടെ മൊഴിയെടുക്കാനാണ് ഞാൻ വന്നത്. പറയും. ടിക്രൂസ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭീഷണിപ്പെടുത്തിയ കാര്യം പലതവണ ഞാൻ കമ്മീഷനെ കണ്ട് പറഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി ആദ്യം ചെന്നതും കമ്മീഷന്റെ അടുത്തേക്കായിരുന്നു. വീട്ടിലും ഓഫീസിലും എന്നെ കടത്തിവിട്ടില്ല, കാണാൻ അനുവദിച്ചില്ല. പലരെയും കോണ്ടാക്ട് ചെയ്തു, ഫലം ഉണ്ടായില്ല. അച്ഛൻ്റെ അഡ്വക്കേറ്റ് പോലും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒടുവിലാണ് ഞാൻ സാറിനെ ക്വാർട്ടേഴ്സിൽ വന്ന് കാണുന്നത്. അതിലും എനിക്കുണ്ടായ അനുഭവം. അത് മറന്നേ പ്ലീസ്. ഈ ടിക്രൂസിന്റെ മുഴുവൻ പേരെന്താ? പറയും. ടിക്രൂസ് പെരേര. അകത്തെങ്ങനെ, സുഖമാണോ? വാടാ. എന്താ കൂട്ടാ? സത്യരാജിനെ കൊന്നതിനല്ലേ സാർ അകത്തായത്? അവന്റെ ആളുകൾ എന്തോ പെറ്റി കേസ് ഉണ്ടാക്കി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സാറിനെ ജീവനോട് പുറത്തുവിടില്ലെന്നാ അവര് പറയുന്നത്. സൂക്ഷിക്കണം. കൊള്ള, കൊല എന്നീ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവൻ പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ചിലത് വലിയ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടവയാണ്. ഈ പുള്ളി കുറ്റകൃത്യം കഴിഞ്ഞാൽ കടലിൽ ഒളിക്കുകയാണ് പതിവ്. വല്ലപ്പോഴും കരയിൽ വരും. അവിടെ അയാൾക്ക് പല താവളങ്ങളുണ്ട്. സാർ, ഒരു സംശയം. വേണ്ട. ഇവിടെ ഏതെങ്കിലും താവളം ഉമറിനറിയോ? എന്താടാ ഇവിടെ ഡിക്രൂസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. തല്ലി ഓടിക്കണവന്മാരെ.
എന്താ സാർ? ഹെറോയിൻ. അതിന് ഫോറിൻ മാർക്കറ്റിൽ കിലോവിന് 1 കോടിയിലേറെ രൂപ വിലയുണ്ടെന്ന് സഹദേവൻ അറിയാമോ? എന്തിനാ അവനെ അവിടെ കൊണ്ടിരുത്തി? ബോട്ട് എടുക്കാൻ ഇത്ര സേഫായ സ്ഥലം വേറെ ഇല്ല. സേഫ്റ്റി. ഈ കടപ്പുറത്ത് നിങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. മന്ത്രിമാർ വരെ നിങ്ങളുടെ പോക്കറ്റിലാണെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞില്ലേ? പണം നഷ്ടപ്പെടുന്നതിലല്ല, ഈ പൊടി വരുന്നത് എവിടുന്നാണെന്ന് പുറത്തറിഞ്ഞാൽ എല്ലാം തീരും. അങ്ങനെ വരില്ല മാഡം. എനിക്കൊരു അവസരം തരൂ, ഞാൻ ശരിപ്പെടുത്താം. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. എന്താ ബൽറാം? സാറിനറിയില്ലേ? ഓ, ഇന്നലെ നിങ്ങൾ പിടിച്ച ആ ഞൊണ്ടിക്കാൽ അയാളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിട്ടുകൊടുത്തു. അവരല്ലേ ഈ ഡ്രഗ്സ്? അതെനിക്കറിയാം. കൃഷ്ണ ജുവലേഴ്സ് മർഡർ കേസിന്റെ എൻക്വയറി എന്നിൽ നിന്നും മാറ്റി എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ അതിന് കൊള്ളാത്തത് കൊണ്ട്. പൗരസംഘം സെക്രട്ടറി ആ സഹദേവൻ തന്ന പരാതിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഇന്ന് വരെ ഒരു കേസെങ്കിലും ചാർജ് ചെയ്തോ? അന്വേഷിച്ചു. ചാർജ് ചെയ്യാത്തത് പരാതി കള്ളമാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ്. അതിൽ പറയുന്ന പ്രധാന കുറ്റവാളി കുഞ്ഞിക്കോയ തങ്ങൾ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഹജ്ജിന് പോയിട്ട് അന്നത്തെ ആ ടണലപകടത്തിൽ മരിച്ചു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മറ്റൊരാൾ വെല്ലൂർ ആശുപത്രിയിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടപ്പിലാണ്. സഹദേവന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ അയാൾ പോലീസിന് ആയുധമാക്കുകയാണ്. നമ്മളെന്തിന് വഴി കൊടുക്കണം സാർ? ഒരു കള്ളുമാറ്റുകാരൻ നാറിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ചണ്ടികളാണോ പോലീസുകാർ? സമയവും സന്ദർഭവും നോക്കാതെ ആരോട് എന്തും പറയുന്ന തന്റെ ഈ വൃത്തികെട്ട നാക്ക് ആദ്യം അടക്കണം. കുറെയായി ഞാനിത് സഹിക്കുന്നു. ഒരു മേലുദ്യോഗസ്ഥന്റെ നിലവിട്ട് തന്നോട് അടുത്തതും സ്വാതന്ത്ര്യം അനുവദിച്ചതും ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സിമ്പതി. സർവീസിലേക്ക് താൻ അനുഭവിച്ച കഷ്ടത ഓർത്ത്. വേണ്ട സാർ, ഈ തരത്തിലാണെങ്കിൽ സാറിന്റെ സിമ്പതി എനിക്ക് വേണ്ട. എനിക്ക് വേണം. ജനങ്ങളുടെ, സർക്കാരിന്റെ. താൻ കള്ളവാറ്റുകാരനെന്ന് പുച്ഛിച്ച ആ സഹദേവന് നാട്ടിലും പാർട്ടിയിലും ഗവൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് അറിയോ തനിക്ക്? അയാളോട് പിണങ്ങി നാളെ ഈ കുപ്പായ ഊരി വെച്ച് വല്ല ഡിറ്റർജന്റ് ഫാക്ടറിയുടെയോ സിറാമിക് കമ്പനിയുടെയോ കാവൽപുരയിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ തനിക്ക്? സർ, അല്ലെങ്കിൽ കൃഷ്ണ ജുവലേഴ്സ് കൊലക്കേസ് അന്വേഷണം മാറ്റിയതിൽ താൻ എന്തിനിത്ര എക്സൈറ്റഡ് ആവുന്നു? ആ പിള്ളയുടെ മകളുമായി അടുക്കാനുള്ള അവസരം ഞാൻ മുഖാന്തരം നഷ്ടപ്പെട്ടുകൊണ്ടാണോ? സാർ, യു മേ ഗോ. സാർ, എനിക്ക് യു ഗെറ്റ് ഔട്ട്. ആരാണ് ഞാൻ? SM ഷാ. ഇന്ത്യയിൽ നിന്ന് ചാടിപ്പോയ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ സയ്യിദ് മുഹമ്മദ് ഷാ. സാർ കേട്ടിട്ടില്ലേ? ഉവ്വ്. ആദ്യമായിട്ടാണ് ഫോട്ടോ കാണുന്നത്. ആള് സുന്ദരൻ. വൃത്തികെട്ടത് അയാളുടെ പ്രവൃത്തിയാണ്. ഷാ ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. വിമാനം ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് സാറിനെ കാണിച്ചത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാ പുള്ളിയെ കൈയോടെ പിടിക്കും. എന്തിന്? സാറെന്താ ഒന്നും അറിയാത്ത പോലെ? സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് ഇടപാടും അടക്കം ബോംബെയിലും ഡൽഹിയിലും നടന്ന നിരവധി കൊലക്കേസുകളിലും പ്രതിയാണ് അയാൾ. പത്രത്തിൽ വായിച്ച അറിവായിരിക്കും. ഈ ഷായിക്കെതിരായി നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ വല്ല കേസുണ്ടോ? ആൾ പിടികിട്ടാപ്പുള്ളിയാണെന്ന് രാജ്യത്തെ ഏതെങ്കിലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെന്ററിൽ നിന്ന് വല്ല നിർദ്ദേശവും കിട്ടിയിട്ടുണ്ടോ? ഇനി താൻ പറഞ്ഞ തരത്തിൽ ഷാ കുറ്റക്കാരനാണെങ്കിൽ തന്നെ വിമാനം ഇറങ്ങിയ അയാളുടെ പാസ്പോർട്ട് പരിശോധനയും സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞല്ലേ പുറത്തുവിട്ടിരിക്കുക? ഈ പരിശോധിച്ചവരൊക്കെ വിട്ടികളാണെന്നാണോ? അല്ലെങ്കിൽ കസ്റ്റംസും എക്സൈസും CBI അടക്കമുള്ള പോലീസ് വകുപ്പിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പരസ്യമായി വന്നിറങ്ങിയ ഇവനെ കുറിച്ച് അറിഞ്ഞു കാണില്ലേ? അവരെന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അത് ഷായുടെ പണത്തിന്റെ സ്വാധീനത്തിന്റെ ശക്തി ഉണ്ടാവും സർ. അത്രയ്ക്ക് ശക്തനായ ഒരുത്തനെ തനിക്ക് എന്ത് ചെയ്യാനോ കൂടൂ? സർ, ഞാനത് ചെയ്ത് കാണിക്കാം. നോ, യു കാൺ ഡു എനിത്തിങ്. താൻ വെറും ഒരു CI ആണെന്ന് ഓർക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ. ആ വൃത്തത്തിനുള്ളിൽ നിന്നാ മതി. മേലിൽ ഇത്തരം വിഡിതം പറഞ്ഞുകൊണ്ട് എന്റെ സമയം കളയാൻ വരരുത്. വയ്ക്കോ.
Sahadev. Indra did tell me about you. She also recommended me your name. ഹലോ സാർ സാർ ഷാർജ കോൾ Listen to me. Parayanudaya Kelku. യെസ് സർ हाँ. Parayanudaya Kelku. ये काम बहुत खतरनाक है, डेंजरस. हिम्मत वाला ही ये काम कर सकता है. सबसे जरूरी ये है कि वो लोग सच्चे और ईमानदार, ऑनेस्ट होने चाहिए, समझे? मसला आयो? സാർ जो लोग मेरे साथ हैं, उन्हें अगर कुछ हो जाए तो मैं बर्दाश्त कर लेता हूं, लेकिन अगर मेरे साथ धोखा होगा तो वो बर्दाश्त नहीं होगा. यही अंडरवर्ल्ड का लॉ है. बाकी की बातें तुम्हें इंदिरा बता देगी. मसला आयो? യെസ് സാർ इंदिरा? सर. ഓക്കെ സർ. പുതിയ ബിസിനസ് അലയൻസ് ഉണ്ടായിട്ടുണ്ട്. ഷാ അതിനാ വന്നത്. കടൽ വഴിയുള്ള നമ്മുടെ ഓപ്പറേഷൻസ് മുഴുവൻ ഇനി ഈ പാർട്ടി നടത്തിക്കൊള്ളും. സീ പോർട്ടിൽ നമ്മൾ അവർക്ക് സാധനം എത്തിച്ചു കൊടുത്താൽ മതി. ഏതാ പാർട്ടി? അന്വേഷിക്കണ്ട. ഡിക്രൂസ് അവരെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട 4 പേരെ. ഡിപ്ലോമാക്ക് വിസ്കി ശീഘ്രം. പുറത്ത് പോലീസ് സുമ്മാരടി എങ്ങനെ എന്നെ ചെയ്യ മുടിയും പോലീസൊക്കെ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു തീവ്രവാദി സംഘത്തിൽപ്പെട്ട ചിലർ ഇവിടെ എത്തിയിട്ടുള്ളതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഷായുടെ വരവിന് ഈ സംഘവുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നീ കേൾക്കുന്നുണ്ടോ? യെസ് യെസ്. ഗൾഫിൽ നിന്ന് സ്വർണ്ണം ഇറക്കുക, പകരം ഡ്രഗ്സ് കയറ്റുക, കടൽ വഴിക്ക് ഈ ഓപ്പറേഷൻ നടത്തുന്ന തീവ്രവാദികൾക്ക് പ്രതിഫലമായി ആയുധം കൊടുക്കുക. അലക്സ് മനസ്സിലായോ? വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ ഊഹിക്കുകയാണ് നീ. നിന്റെ ഒരു തരം ഒബ്സഷൻ. അല്ലെങ്കിൽ കമ്മീഷണർ പറഞ്ഞാണ് ശരി. നിനക്ക് വട്ട് നിന്റെ ഒപ്പന്റെ ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു. വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെയും കൂട്ടി ഭാര്യ വീട്ടിൽ പോയിരിക്കാം. ഇവിടെ ആരുമില്ല. നിനക്ക് എന്ത് വൃത്തികേടും പറയാം. കാര്യമില്ല. നിന്നെപ്പോലെ ഒരു നാറിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേടാ, ഞാൻ ഡിക്രൂസിന് മാത്രമുള്ളോളാ. അങ്ങേരുടെ വാക്കും കേട്ട് നിന്നെയൊക്കെ സൽക്കരിക്കാൻ കൂടെ വന്ന് എന്നെ പറഞ്ഞാ മതി. എന്നടേ നീ പെരിയ എന്നെ തൊട്ട കൊന്നാളയും. താഴെയിടാൻ ഇടടി. കടപ്പുറത്ത് ഒരു ലോക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ടാണ് സാർ ഈ പെണ്ണ്. അവിടെ കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങളുണ്ട്, ഡയമണ്ട് നെക്ലസ് അടക്കം. എന്താ സംശയം? ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എന്ത് ചോദിച്ചിട്ടോളൂ മിണ്ടുന്നില്ല. ഷീസ് ഹാർഡ് ആൻഡ് അഡമന്റ്. ഇനി സാറ് ചോദിച്ചാ ചിലപ്പോ. അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? സർ, ആ പോക്കറ്റടിക്കാരി ദേവു. ആദ്യം അവളെ പുറത്തേക്ക് മാറ്റ്. കടപ്പുറംകാരിയോട് ഞാൻ ചോദിക്കാം. പാടി ഇവിടെ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ചാകണോടി നീയൊക്കെ. ഇങ്ങനെ കമ്പി പഴിപ്പിച്ച് മാംസം കരിച്ചിട്ട് കാര്യമില്ല ദാക്ഷായണി. ആ ഇലക്ട്രിക് ഷോക്ക് കൊടുക്ക്, അവള് പറയും. സത്യം പറഞ്ഞ് ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. സത്യം പറയാം സർ. ആരായിരുന്നു നിന്റെ കൂടെ നിന്ന് കുടിച്ചവര്? ആരാന്നറിയില്ല. കടലിൽ നിന്ന് എന്റെ അങ്ങേര് പറഞ്ഞു വെച്ചതാ. പിന്നെന്തിന് ബാറിൽ വെച്ച് നീ അവന്മാരുമായിട്ട് വഴക്കിട്ടു? കള്ള് തലയ്ക്ക് പിടിച്ചപ്പോ അതിലൊരുത്ത എന്റെ മേത്ത് കൈവച്ചു. ഞാൻ അത്രക്കാരല്ല സർ. പോലീസുകാരെ കണ്ടപ്പോ അവർ ഓടിക്കളഞ്ഞു.
അങ്ങേരറിഞ്ഞ നാലിനെയും കൊല്ലും. ആളെ കൊല്ലുന്ന നിന്റെ അങ്ങേരാരാടി? ഡിക്രൂസ്. അവനിപ്പോ എവിടെയുണ്ട്? കടലിൽ. ഈ ആഭരണങ്ങളൊക്കെ നിനക്ക് ഡിക്രൂസ് എന്ന സമ്മാനമായിരിക്കും അല്ലേ? ഇതിന്റെ ബാക്കി ഇനിയും കാണണമല്ലോ. അതെവിടെയുണ്ട്? അല്ലെങ്കിൽ നിന്റെ ഇലക്ട്രിക് ഷോക്ക് വേണോ നിനക്ക്? ദാക്ഷായണി, ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോ. വേണ്ട സാർ, ഞാൻ പറയാം.